ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ തനിയെ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന ഒരു രംഗമുണ്ട്. നമ്മൾ വളരെ മനോഹരമായിട്ട് നോക്കി കാണേണ്ട ഒരു രംഗമാണ്. കാരണം അവിടെ പറയുകയാണ്, ഈശോ വലിയ ഒരു ജനക്കൂട്ടത്തോട് സംസാരിച്ചതിന് ശേഷം, വലിയ അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം ആ രാത്രിയിൽ ഈശോ തനിയെ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഞാനും ദൈവവും മാത്രമായിരിക്കുന്ന ഒരു സമയം എന്നോണം ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് തനിയെ മലമുകളിലേക്ക് പോയി എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വലിയൊരു കാര്യത്തെ പറ്റി ഈശോ ഇന്നത്തെ സുവിശേഷം നമുക്കൊരു മാതൃക നൽകുകയാണ്. ഞാനും ദൈവവും മാത്രമായിരിക്കുന്ന ഒരു സമയം, അതായത് ഒരു പേഴ്സണൽ പ്രയർ എന്നൊക്കെ പറയാൻ വേണമെന്നുണ്ട് അല്ലെ. ഈശോ നടത്തുന്ന വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. അത് എത്രമാത്രം മനോഹരമാണെന്ന് നോക്കൂ. എല്ലാവരിൽ നിന്നും മാറി സ്വന്തം ശിഷ്യന്മാരിൽ നിന്ന് പോലും ഒരു വലിയ ദൂരമിട്ട് ഈശോ തനിയെ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അവിടെ തൻ്റെ പിതാവിനോട് തൻ്റെ ഉള്ളു മുഴുവൻ ഈശോ തുറന്നു കാണിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പിതാവിനോട് തുറന്നു പറയുകയാണ്. താനും പിതാവും മാത്രമായിരിക്കുന്ന ഒരു സമയത്തിന്, ആ ഒരു ഇടത്തിന് ഈശോ അത്രമാത്രം പ്രാധാന്യം കൊടുത്തു എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമുക്കും ഈ ഒരു കുഞ്ഞൊരു സ്പേസിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നമ്മുടെ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് നമ്മുടെ ജോലികളെല്ലാം തീർത്ത് ദൈവത്തോടു കൂടെ ആയിരിക്കാനായിട്ടുള്ള ഒരു സമയം അത് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഒരു പക്ഷെ നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരിക്കും, ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ജപമാല ചൊല്ലുന്നുണ്ടായിരിക്കും. പക്ഷെ അതിനെല്ലാം ശേഷം വ്യക്തിപരമായിട്ട് ഞാനും ദൈവവും മാത്രമായിരിക്കുന്ന ഒരു കുഞ്ഞൊരു ഇടം, കുഞ്ഞൊരു സ്ഥലം, അതിന് എല്ലാ ദിവസവും നമുക്ക് പരിശ്രമിക്കാം. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.